എല്ലാവർക്കും സിമ്പിൾ സ്റ്റൈൽ ഗൈഡിലേക്ക് സ്വാഗതം. എല്ലാ ജീവികളോടും ദയ കാണിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് നല്ലൊരു സമ്പത്ത് തന്നെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരു ഗ്രാമത്തിൽ ആരോൺ എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ പേരൊക്കെ ഞാൻ ചുമ്മാ പറയണ കേട്ടോ. ഈ കുട്ടി മൃഗങ്ങളോടും ചെടികളോടും മനുഷ്യരോടും എല്ലാം അവൻ വളരെ എന്താ പറയണത്, ഒരു ഹാഷായിട്ടേ അവൻ പെരുമാറത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇപ്പം ഇവൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കും, മോനെ അങ്ങനെ ചെയ്യല്ലെന്ന്. പക്ഷെ അവനിലൊരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ആട്ടിൻകുട്ടി മുറിവേറ്റ് ഇങ്ങനെ കിടക്കുവാണ് റോഡ് സൈഡിൽ. ഈ ആട്ടിൻകുട്ടിക്കിട്ട് അവൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ആട്ടിൻകുട്ടി ഇവനിട്ട് തന്നെ വളരെ ദയനീയമായിട്ട് നോക്കുന്നു. ആരോൺ എന്ത് ചെയ്ത് ഈ ആട്ടിൻകുട്ടിയെ അവൻ എടുത്ത് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്ന് അവൻ അതിന് മുറിവിലൊക്കെ നന്നായിട്ട് മരുന്നൊക്കെ വെച്ച് അതിന് നല്ല ഫുഡൊക്കെ കൊടുത്ത് 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആട്ടിൻകുട്ടി ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. ഓടിച്ചാടി നടക്കുക മാത്രമല്ല ചെയ്തത്, ഈ ആട്ടിൻകുട്ടി ആരോണിൻ്റെ അടുത്തുനിന്ന് മാറാതെ എപ്പോഴും ഇവൻ എവിടെ പോകുന്നോ അവൻ്റെ കൂടെ തന്നെ പോകാൻ തുടങ്ങി. ഇത് ആരോണിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. അവന് അന്ന് മുതൽ ആരോണിൻ്റെ മനസ്സ് വളരെ ദയുള്ളതായി. അവൻ എല്ലാവരോടും അന്ന് മുതൽ ഒരു പൂച്ചയെ കണ്ടാലും പട്ടിയെ കണ്ടാലും ഒരു ചെടി കണ്ടെന്നാലും ഒക്കെ അവയോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി. ഇത് ഇവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അപ്പച്ചനും ഒക്കെ വളരെ സന്തോഷമുണ്ടായി. കാരണം അവർ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ഇവൻ കേട്ടില്ല. അന്ന് ആ ആട്ടിൻകുട്ടീനെ, മുറിവേറ്റ ആട്ടിൻകുട്ടിയെ കണ്ട് അവൻ അതിനെ കൊണ്ടുവന്ന് പരിപാലിച്ച് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിൽ വലിയൊരു മാറ്റമുണ്ടായി. അങ്ങനെ നമുക്ക് പറയാം, ഒത്തിരി സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല, ഒരു മനുഷ്യനെ സുന്ദരനാക്കുന്നതിലും സുന്ദരിയാക്കുന്നതിലുമൊക്കെ അവരുടെ ദയയുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം വളരെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുനാളിൽ തൊട്ട് കുട്ടികളെ ദയ, കരുണ ഇതൊക്കെ നന്നായിട്ട് അവരിൽ ഉളവാക്കാനായിട്ട് നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. ഇങ്ങനെ ദയയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവരുടെ വേദനയിൽ നമ്മുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും അങ്ങനെ കണ്ണുനീർ വരുന്നയാളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.